ഹലോ ഗൈസ്, എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് പോയതിന് ശേഷം പിന്നെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഹലോ എവ്രി വൺ, കുറേ നാളുകൾക്ക് ശേഷം അഗെയിൻ ഐ എം ബാക്ക്. സോ ഇന്ന് ഞാൻ ഈ വ്ളോഗ് ചെയ്യാൻ കാരണം ഇന്ന് എൻ്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാം ആയിരുന്നു ഇന്ന്, August 1st. ഞാൻ ഈ വീഡിയോ ചിലപ്പം മോസ്റ്റ് പ്രോബബ്ലി August 3rd ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ August 1st എൻ്റെ ലാസ്റ്റ്, അതായത് ഇന്ന് എൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു. ആൻഡ് ഫൈനലി ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. അതായത് ലാസ്റ്റ് എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒരു വ്ളോഗൊക്കെ ഇടാനൊക്കെ എന്നാലോചിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ യാ, ഹിയർ ഇറ്റ് ഈസ്. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ എക്സാം കഴിഞ്ഞൊരു ദിവസം, നോർമലി എക്സാം കഴിഞ്ഞൊരു ദിവസം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ പതിവ്. ബട്ട് ഇന്ന് അങ്ങനെയല്ല. സോ ഇന്നൊരു തേഴ്സ്ഡേ ആയതുകൊണ്ടും ഈ ഒരു ഫുൾ വീക്കിൽ ഞാൻ ജോലികളൊന്നും ജോലി ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോലിക്കൊന്നും അവൈലബിലിറ്റി കൊടുത്തില്ലായിരുന്നു. ബിക്കോസ് ഞാൻ വിചാരിച്ചു എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ എക്സാമിൻ്റെ അന്ന്, അതായത് ഇന്ന് എനിക്ക് മോർണിംഗ് 8 o'clock എക്സാം. സോ രാവിലെ എക്സാം കഴിഞ്ഞിട്ട് ഈവനിങ്, അതായത് രാത്രിത്തെ ഷിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞാൻ ഇന്ന് നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണ് ഗൈസ്. എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് രാത്രി ഉറക്കം കളഞ്ഞ് പണിയെടുക്കുക എന്നുള്ളത്. അതെനിക്ക് പണ്ടേ മനസ്സിലായ കാര്യം. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ വർക്ക് ചെയ്തിരുന്നപ്പം ആമസോണിൽ, അവിടെ ചില വീക്സിൽ ചില ടൈമിൽ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ റെയറായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബട്ട് അത് തന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കറിയാം. സോ എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് നൈറ്റിലധികം ഉറക്കം കളഞ്ഞ് എനിക്ക് എന്ന് വെച്ചാൽ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എനിക്ക് ഡേ ടൈമിൽ ഉറങ്ങാൻ പറ്റാറില്ല. അതാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഡേ ടൈമിൽ നമുക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ നമുക്ക് കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അതാണ് പ്രശ്നം. നൈറ്റിൽ ഉണർന്നിരിക്കാൻ പറ്റാത്തത് എനിക്ക് ഡേ ടൈമിൽ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. സോ ഞാനിതേ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. സോ ഇത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഉറക്കം എന്ന് പറഞ്ഞാൽ അങ്ങ് നാച്ചുറലി വരേണ്ട ഒരു സാധനമാണ്. പക്ഷേ എനിക്ക്, അതായത് ഇങ്ങനെ ഉച്ച നേരത്തൊന്നും അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല, ഉറങ്ങാറും ഇല്ല. എനിക്ക് അങ്ങനത്തെ ശീലമില്ലാത്തതുകൊണ്ട്. സോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉറക്കം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ യാ, ഇന്നത്തെ എൻ്റെ നൈറ്റ് ഷിഫ്റ്റിന് ഗൈസ് യു ഷുഡ് പ്രേ ഫോർ മീ. അല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രേ ചെയ്തിട്ട് കാര്യമില്ല, ഞാനിത് എപ്പോഴും അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേസ്. സോ യാ, എനിക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞ നൈറ്റ് ഷിഫ്റ്റിന്. ബിക്കോസ് എനിക്ക് ഉറക്കം വരണേ, ഉറക്കം കിട്ടണേ എന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. കിടന്നാൽ ഉറക്കം വരണം, അത്രേ ഉള്ളൂ. സോ ആക്ച്വലി നൈറ്റ് ഷിഫ്റ്റ് ഇസ് എ വെരി ഗുഡ് വേ ഓഫ് ഏർണിങ് ലോട്ട് ഓഫ് മണി. എന്ന് വെച്ചാൽ നമുക്ക് നന്നായി പൈസ ഏൺ ചെയ്യാൻ നൈറ്റ് ഷിഫ്റ്റ് ഇസ് എ ബെസ്റ്റ് വേ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ഒരാൾ ഒരാഴ്ചയിൽ 3 ദിവസം പണിയെടുക്കുന്ന ഒരു ഇൻകം, ഒരു നൈറ്റ് ഷിഫ്റ്റ്, ഒരു 1.5 ദിവസം നൈറ്റ് ഷിഫ്റ്റ് ചെയ്താൽ കിട്ടും. അത്രയും നമുക്ക് പൈസ ഏൺ ചെയ്യാൻ നൈറ്റ് ഷിഫ്റ്റ് നല്ലതാണ്. ഫോർ പീപ്പിൾ എസ്പെഷ്യലി കണ്ടീഷനുണ്ട്. എവിടെ വേണേലും കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ എപ്പോൾ വേണേലും കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്ന ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇസ് ദ ബെസ്റ്റ്. ബട്ട് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. സോ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. സോ സി യു. ബാക്കി അപ്ഡേറ്റ്സ് യു വിൽ സീ. ബാക്കി ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളത്. സോ ഇത് നിങ്ങൾക്ക് കാണാം. ഞാൻ ബാക്കിൽ കേർട്ടനും ഉണ്ട്, വിൻഡോ ബ്ലൈൻഡ്സും ഉണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മീതൊരു ലെയറും കൂടി കേർട്ടൻ ഞാൻ വെച്ചിട്ടുണ്ട്, 3 ലെയർ. സോ ദാറ്റ് ഉച്ച സമയത്താണല്ലോ ഞാൻ കിടക്കുന്നത്, അതുകൊണ്ട് അധികം ലൈറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ബട്ട് സ്റ്റിൽ ഒരു ലൈറ്റ് ഉണ്ട് റൂമിൽ. സോ ഓക്കെ, ബൈ. ഞാൻ അധികം വർത്താനം പറഞ്ഞ സമയം കളയുന്നില്ല. സോ യാ, ബൈ ബൈ. ഗൈസ്, എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ബിക്കമിങ് സോ ഡിഫിക്കൾട്ട്. കാരണം
എനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ 2 മണിക്ക് കിടന്നത്, ഉച്ച 2 മണിക്ക് ഞാൻ കിടന്നതാണ്. ഇപ്പോൾ സമയം 7 മണി. 5 മണിക്കൂർ ഞാൻ ഈ ബെഡിൽ കിടന്നു, പക്ഷെ ഒരു തുള്ളി ഉറക്കം വന്നിട്ടില്ല ഗായ്സ്. എൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ എന്താ, ഞാൻ ഇന്ന് കാലത്ത് രാവിലെ നേരത്തെ എണീറ്റതാണ്, ഒരു 4:30 ഒക്കെ എണീറ്റതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തായാലും ആ ഒരു ഉറക്കക്ഷീണെങ്കിലും ഉണ്ടാവുന്നു. എവിടെ ഞാനിന്ന് എങ്ങനെ ചെയ്യും, ഞാനിന്ന് എങ്ങനെ ചെയ്യും ഷിഫ്റ്റ്? അതും ഭയങ്കര ബോറിങ് പണിയായതുകൊണ്ട് ഞാൻ ഇന്ന് അവിടെ ഉറങ്ങി ചത്ത് എന്നെ എടുത്ത് അവർ തൂക്കി പുറത്തിടുമെന്നാണ് എൻ്റെ ടെൻഷൻ. എനിവേസ് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ വളരെ സക്സസ്ഫുള്ളി ഞാൻ ഫെയിലായിരിക്കുന്നു ഉറങ്ങേണ്ട ദൗത്യത്തിൽ ഫെയിലായതിനാൽ ഞാൻ എൻ്റെ ടിഫിൻ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി നട്ടപ്പാത്രയ്ക്ക് എന്താ ഇപ്പോൾ കഴിക്കുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോ എനിവേസ് ഐ എം കംഫർട്ടബിൾ ഈറ്റിംഗ് ഫ്രൂട്ട്സ്. അപ്പം ഞാൻ നോർമലി രാത്രി ഡിന്നർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സാണ് കഴിക്കാറ്. അപ്പം അതൊക്കെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. ഞാൻ ഗ്രേപ്സാണ് കൊണ്ടുവന്നത്, കാരണം എൻ്റെ ഞാൻ കുറേ ഗ്രേപ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് ഈ വട്ടം. സോ അതൊക്കെ തീർക്കണ്ടേ. പിന്നെ ഒരു പഴം, അത് ഞാൻ സ്മൂതി അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പഴം കൂടി മുറിച്ചിടും. അപ്പം തന്നെ അത്യാവശ്യം. പിന്നെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അങ്ങനെ ഒരു ഹോൾ മീൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് രാത്രി വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. സോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. എന്നുവെച്ചാൽ ഫ്രൂട്ട്സാണ്, അതുകൊണ്ട് എൻ്റെ ഒരു കംഫർട്ട് സോൺ രാത്രി. പിന്നെ ഡിപ്പെൻസ്, ഞാനിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൈറ്റൊക്കെ ഡിന്നർ കഴിക്കും അവരുടെ കൂടെ. ബട്ട് അല്ലാതെ ഐ പ്രിഫർ ഫ്രൂട്ട്സ് ആൻഡ് സംതിങ് വെരി ലൈറ്റ്, സാലഡ്സ്. പക്ഷെ എനിക്ക് സാലഡ് ഉണ്ടാക്കാനുള്ള ടൈമില്ല. ഫ്രൂട്ട്സ് ആൻഡ് ആക്ച്വലി ഈ സ്മൂതി ഞാൻ കാലത്ത് മോർണിംഗ് എൻ്റെ എക്സാമിന് പോകുന്നതിന് മുന്നേ കുടിച്ച് പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ധൃതിയിൽ കുടിക്കാൻ മറന്നു. സോ ആ സാധനമാണ് ഞാൻ ഇപ്പോൾ ഷിഫ്റ്റിന് കൊണ്ടുവന്നത്. ഇതൊരു എക്സ്പെരിമെൻറ്റിങ് ആണ്. ഈ നൈറ്റ് ഷിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും നൈറ്റ് മെയറാണ്. ബട്ട് ഓൾസോ പൈസ ഏൺ ചെയ്യാൻ ഒരു നല്ല സോഴ്സാണ്. സോ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. സോ ഇതാണ് എൻ്റെ ഇന്നത്തെ മീൽ പ്രപ്പ്, ജോലിക്ക് പോകാനുള്ള പ്രപ്സ്. ഇതാണ് എൻ്റെ ഗ്രേപ്സ്, ഇതെൻ്റെ സ്മൂതി. ഈ പഴം കുറച്ച് പഴുക്കാത്ത പഴമാണ്. ഓക്കെ, ഇത് തന്നെ മതി, ധാരാളമാണ്. ഓക്കെ, ആൻഡ് അത്രയേ ഉള്ളൂ. രാത്രിക്കുള്ള മെഡിസിനാണ്. ഇതായിരിക്കും എന്നെ ഉണർത്തി വെക്കുന്ന സാധനം. ഞാൻ നല്ല സ്ട്രോങ് കോഫി ഉണ്ടാക്കിയിട്ട് ഈ ഫ്ലാസ്കിലൊഴിച്ച് ഞാൻ കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ ഈ ഫ്ലാസ്കിനാണെങ്കിൽ ഇങ്ങനെ ഒരു കപ്പ് പോലെ എടുത്ത്, അതിൻ്റെ ക്യാപ്പ് ഇങ്ങനെയാണ്, കണ്ടോ, ഇതാണ് ഇതിൻ്റെ ക്യാപ്പ്. സോ കുടിക്കാനും എളുപ്പമാണ്. സോ ഈ ബുദ്ധി എനിക്ക് ലാസ്റ്റിലാണ് വന്നത്. സോ ഞാൻ കുറച്ച് കോഫി ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ ആക്ച്വലി 8 മണിയായി, എനിക്ക് 8:45 ട്രാം. അപ്പോൾ എനിക്ക് കോഫി റെഡി ആയിക്കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി ഡ്രസ്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാൻ റെഡിയായി. ഞാൻ നേരത്തെ റെഡിയായി, ആക്ച്വലി 1/2 മണിക്കൂറുണ്ട് ഇനി വരട്ടെ. അപ്പോൾ ടിഫിൻ പാക്ക് ചെയ്തു, വെള്ളം നിറച്ചു, എല്ലാം ബാഗിലേക്ക് എടുത്ത് വെച്ചു. എസ്പെഷ്യലി മൈ കോഫി.
ഒക്കെ സെറ്റാക്കി ഇനിയിപ്പം പോവുക എന്നുള്ളതേ ബാക്കിയുള്ളൂ. ഇപ്പോൾ സമയം 8:15 8:45 എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. ട്രെയിനല്ല, ട്രാം പിടിക്കണമെങ്കിൽ. സോ യാ, അപ്പോൾ അതുവരെ ഞാൻ വിചാരിച്ചു എൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഞാനിങ്ങനെ പഠിത്തവും കണ്ടിന്യൂസ് എല്ലാ ദിവസവും പഠിത്തമെന്ന് ഞാൻ പറയില്ല. പഠിക്കൽ ആക്ച്വലി തുടങ്ങിയത് എക്സാമിൻ്റെ ആ മാസമാണ്. ഇപ്പോൾ ഈ മാസമായിരുന്നു, ഓഗസ്റ്റ് അല്ല, ജൂലൈ ലാസ്റ്റ് വീക്കിലാണ് എനിക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ജൂലൈ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി ചെറുതായിട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഈ സെമിസ്റ്ററിൽ ഞാനൊരു സയൻറ്റിഫിക് പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. സോ അത് ശരിക്കും ഒരുപാട് ടൈമും എഫേർട്ടൊക്കെ ഇടേണ്ട ഒരു സംഭവമാണ്. സോ അതിൻ്റെ മുകളിലായിരുന്നു ആ ഒരു സംഭവം ചെയ്യാനും പിന്നെ അസൈൻമെൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്ലസ് വർക്ക്, ഒബ്വിയസ്ലി വർക്ക് ഇസ് കോൺസ്റ്റൻറ്റ്. ജോലി എന്നുള്ള സാധനം കോൺസ്റ്റൻ്റ് ആണ്, അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏതെങ്കിലും എൻ്റെ കരിക്കുലത്തിൽ എനിക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് അതിൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആസ് യു ഓൾ നോ, വ്ളോഗിങ്, എഡിറ്റിംഗ് ആൻഡ് പോസ്റ്റിംഗ് അതിന് തന്നെ അത്യാവശ്യം ഒരു ദിവസത്തിൽ അത്യാവശ്യം ഒരു 4 എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4 to 5 hours എന്തായാലും എടുക്കും അത് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തൊക്കെ വന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും. സോ എനിക്ക് അത്രയും സമയം ഒരു ദിവസം വ്ളോഗിന് എഡിറ്റിങ്ങിനും പോസ്റ്റിങ്ങിനുമായിട്ട് ഇടാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റാവുന്ന വരെ ഞാനൊന്ന് മാറ്റി വെച്ചതാണ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഈ ജൂലൈ എൻഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കോൺട്രാക്റ്റ്, ജോബിൻ്റെ കോൺട്രാക്റ്റ്. ആൻഡ് താങ്ക്ഫുള്ളി, ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് ദാറ്റ് എനിക്ക് വളരെ ചുരുക്കം പേരിൽ കുറച്ച് പേരിൽ ഒരാൾക്ക് വളരെ ചുരുക്കം കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ എക്സ്റ്റൻഷൻ കിട്ടിയ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. കാരണം അവർ അങ്ങനെ എല്ലാവർക്കും എക്സ്റ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞു. സോ അതുകൊണ്ട് ഐ എം വെരി വെരി ലക്കി ആൻഡ് ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. കാരണം വിത്തൗട്ട് ഇൻകം നമുക്കിവിടെ ഓരോ പൈസയും സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ആദ്യമാണ്. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു വീട് എല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും ആൻഡ് ഓൾ ദ ബിൽസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഹൗസ്. പിന്നെ അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അവൻ വീസയ്ക്ക് അപ്ലൈ ചെയ്തു. ഫാമിലി റീയൂണിയൻ വീസയ്ക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. സോ ജൂൺ 7th അവൻ അപ്ലൈ ചെയ്തത്. 2 മാസമായോ അതോ നെക്സ്റ്റ് വീക്കിനാണോ 2 മാസം നെക്സ്റ്റ് ഫ്രൈഡേക്കാണെന്ന് തോന്നുന്നു 2 മാസമാകുന്നത്. സോ ബേസിക്കലി 1 month and 3 weeks ആയി. അപ്പോൾ വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് ഈഗർലി ഒന്ന് എപ്പോഴാണ് കിട്ടുക എന്നുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്, ഗെറ്റിംഗ് എ കോൾ ഫ്രം മൈ ഹസ്ബൻഡ്. നൂറായിസ. അങ്ങനെ ഷിഫ്റ്റിൻ്റെ മുക്കാൽ ഭാഗവും കഴിഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ബ്രേക്ക് ആക്ച്വലി ഷിഫ്റ്റ് തുടങ്ങി 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക് വരുന്നത്. അതായത് ഷിഫ്റ്റ് 9:45 സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു 12:30 ആ ടൈം ആകുമ്പോഴാണ് പിന്നെ ഫസ്റ്റ് ബ്രേക്ക് കിട്ടുന്നത്. അപ്പം ഐ വാസ് സർപ്രൈസ്ഡ്. 12:30 വരെയും ഞാൻ വളരെ പെർഫെക്റ്റാണ്, ഉറക്കമൊന്നും വന്നില്ല. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ഗുഡ്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്കിന് വന്നു. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോയി. പോയതിന് ശേഷം പിന്നെ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. നല്ല രീതിയിൽ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ഞാൻ നന്നായി ഉറങ്ങി. ഭാഗ്യത്തിന് ആരും എന്നെ കണ്ടില്ല. ഇനി ഇപ്പോൾ 3:30 ആണ് സമയം. 3:30 സമയം. ഇനിയിപ്പോൾ ബാക്കി 4:30, 5:30, ഇനി 2.25 മണിക്കൂറും കൂടി ഉണ്ട് സഹിക്കാൻ. സോ ഉറങ്ങി ഞാൻ തീർക്കട്ടെ ഇന്നത്തെ ഷിഫ്റ്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
സോ ഇനി ബാക്കി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുകയാണ്. എൻ്റെ റൂം 5ാമത്തെ നില, അപ്പം അത്യാവശ്യം സ്റ്റെപ്സ് കയറാനുണ്ട്. സോ ഫൈനലി ആഫ്റ്റർ ഒരുപാട് സ്ട്രഗിളിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, സ്ട്രഗിൾ ചെയ്ത് ഞാൻ ആ ഷിഫ്റ്റ് ചെയ്തു ഗൈസ്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് മൈ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ്. ഇനി ഇന്ന് രാത്രി അഗെയിൻ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. സോ അതിന് പോകണം. അപ്പോൾ നന്നായി ഉറങ്ങണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഞാൻ ഇന്നലെ, അതായത് മിനിഞ്ഞാന്ന് രാത്രി കിടന്നതാണ്. ആൻഡ് ഇന്ന് ഫുൾ ഡേ ഞാൻ ഉറങ്ങിയിട്ടില്ല. സോ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ പറ്റട്ടെ എനിക്ക്. ഇനി റൂമിൽ പോയിട്ട് ഉറക്കം. ഓ മൈ ഭവനം എത്തി. ആദ്യം നന്നായിട്ടൊന്ന് കുളിച്ച് ഒരു കുളി പാസ്സാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കുളിച്ചിട്ട് ഫ്രഷപ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് കിടക്കാമെന്ന്. സോ ദാറ്റ് വിശക്കില്ലല്ലോ. എന്നിട്ട് ഞാൻ അലാം ഒന്നും വെക്കില്ല. അലാം വെക്കാതെ ഫ്രീ ആയിട്ട് കിടന്നിട്ട് പിന്നെ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കും. കാരണം ലഞ്ചിനൊക്കെ റെഡിയാണ്. കറിയൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് റൈസ് മാത്രം വെച്ചാൽ മതി. അപ്പം അത് ചൂടോടെ എപ്പോഴാണോ കഴിക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ കിതപ്പാണ് ഗൈസ്. അമ്മേ ഹലോ. അപ്പം ഞാൻ നല്ല രീതിയിൽ ഒരു 5 മണിക്കൂർ, ഒരു 4.5 to 5 മണിക്കൂർ നന്നായി ഉറങ്ങി. എന്നിട്ട് ഞാൻ ഒരു 8:45 ആ ടൈമായപ്പോൾ ഞാൻ കിടന്നത്. ഞാൻ എണീറ്റപ്പോൾ 1:30-1:45 അപ്പം നല്ലൊരു ഉറക്കം കിട്ടി. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനി സമയമുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. സോ ഇനി കുറച്ചും കൂടി ഉറങ്ങാൻ നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഈ സെമിസ്റ്ററിൽ ഞാൻ 2 സബ്ജക്ട്സാണ് എഴുതിയത്. അപ്പോൾ അതിലെ ഒരു സബ്ജക്റ്റ് ഞാൻ പാസ്സായിരുന്നു. റിസൾട്ട് വന്നിരുന്നു അതിൻ്റെ. അപ്പോൾ നല്ല ഗ്രേഡ്സോടെ പാസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ എക്സാം കൊടുത്തതിന് ശേഷം. അപ്പോൾ എന്തായാലും നല്ല മാർക്കോടെ പാസ്സായതിൽ ഐ ആം ഹാപ്പി. അപ്പോൾ ആ സന്തോഷത്തിലാണ് ഞാൻ ഊണൊക്കെ ഉണ്ടാക്കി ഹാപ്പിയായി കഴിച്ചു. അമ്മയും പപ്പയും വിളിച്ചു, അച്ഛനെയും വിളിച്ചു, എല്ലാവരും സംസാരിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇരിപ്പാണിത്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ഈവൻ ദോ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റിൻ്റെ ആ ഒരു സ്കെഡ്യൂള് മൊത്തത്തിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ഡേ നൈറ്റ് ഷിഫ്റ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മൾ അതുവരെയും രാത്രി ഉറങ്ങും. എന്നിട്ട് അന്നത്തെ ദിവസം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊന്നും ഉറക്കം വരില്ല. ബിക്കോസ് നമ്മൾ രാത്രി നന്നായി ഉറങ്ങിയ കാരണം. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങി കേട്ടോ. ഞാനിത് 2 വട്ടം ഉറങ്ങി. ദാറ്റ് ഈസ് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി. അതായത് ഒരു 9 o'clock to 1:30 ഒക്കെ വരെ ഞാൻ ഉറങ്ങി. എന്നിട്ട് ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു 4:30 ആ ഒരു ടൈം ആയപ്പോൾ വീണ്ടും ഞാൻ കിടന്നു ഒരു 5:30 വരെ, 1.5 മണിക്കൂർ. സോ ഐ എം പ്രിറ്റി സാറ്റിസ്ഫൈഡ്. നന്നായിട്ട് ഞാൻ കുറച്ച് ഉറക്കം കിട്ടി. ഇന്നലെ ഒന്നും ഉറങ്ങാത്തതിൻ്റെ എല്ലാ ക്ഷീണവും ഞാനിപ്പം സെറ്റാക്കി. അപ്പോൾ ഐ എം ക്വൈറ്റ് ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട ഭയങ്കര ഡിസ്റ്റർബ്ഡാണ് ഞാൻ. സോ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു സോ ദിസ് വാസ് ഹൗ മൈ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് വെൻറ്റ്. അപ്പം ഇനി ഞാൻ എണീറ്റിട്ട് കുറച്ച് ഇന്നത്തെ ഷിഫ്റ്റിന് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം. അങ്ങനെ
നെക്സ്റ്റ് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി ഫുള്ള് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സോ ഇന്ന് ആയപ്പോഴത്തേനും എനിക്ക് ഷിഫ്റ്റിൻ്റെ ഒരു ക്യാച്ച് കിട്ടി. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്നലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ, പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഉറക്കമില്ലാത്തതിൻ്റെയും, പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഒരു വലിയൊരു പ്രശ്നമാണല്ലോ. എസ്പെഷ്യലി എനിക്ക് രാത്രി ഒരുപാട് ഞാൻ ലേറ്റായിട്ട് ഇരിക്കാറില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ എക്സാംസിൻ്റെ ഒരു ടൈം ആണെങ്കിലും നൈറ്റ് എപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ എഴുന്നിട്ട് രാവിലെ ഇത്തിരി നേരത്തെ എണീക്കാനാണ് ഞാൻ നോക്കാറ്. സോ ഐ എം കംഫർട്ടബിൾ വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ബട്ട് നോട്ട് സ്റ്റേയിങ് ലേറ്റ് നൈറ്റ്. അപ്പം അതുകൊണ്ട് ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ്സ് ഞാൻ അങ്ങനെ കൊടുക്കാറേ ഇല്ല. ബട്ട് എനിക്കിപ്പോൾ ഈ ഒരു വീക്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് ലേറ്റ് ഷിഫ്റ്റ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഓക്കെ, ഗുഡ്, എനിക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നുന്നു. ഇനി ഇന്നത്തെ ഷിഫ്റ്റിന് പോയി കഴിഞ്ഞാൽ അറിയാം ബാക്കി എന്താന്ന്. ബട്ട് എനിവേസ് ഉറക്കം എന്തായാലും വരും ഫോർ ഷുവർ. കാരണം നമ്മുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അങ്ങനെയാണ്. നമ്മൾ എത്ര കിടന്ന് ഉറങ്ങിയാലും ഒരു 2 o'clock 3 o'clock ആ ഒരു ടൈമിലൊക്കെ നമ്മൾ അത്രയും ഉറങ്ങുന്ന ഒരു ടൈമാണല്ലോ. സോ എന്തായാലും ഉറക്കം വരും. ബട്ട് എനിവേസ് എനിക്ക് ഇന്ന് ഞാൻ അത്യാവശ്യം ഉറങ്ങിയത് കൊണ്ട് ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ. സോ എന്നെപ്പോലെ ഈ നൈറ്റ് ഷിഫ്റ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ഗൈസ് ക്യാൻ റിലേറ്റ്, എനിക്ക് മനസ്സിലാവും. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ. ആൻഡ് എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ദാറ്റ് ഫോർ നൈറ്റ് ഷിഫ്റ്റ്സ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് ഷിഫ്റ്റ് അപാരത. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. സോ എൻ്റെ അടുത്ത വ്ളോഗായിട്ട് ഞാൻ തിരുമ്പി വരും. മൈ തമിഴ് ഈസ് വെരി ബാഡ്. അപ്പം എൻ്റെ നെക്സ്റ്റ് വ്ളോഗുമായി ഞാൻ തിരിച്ചു വരും. സോ അൺടിൽ ദെൻ ബൈ.